അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട വലിയ മുഹദ്ദിസായ അൽ-ലൈസ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ഹിജ്റ 94-ൽ ജനിച്ച മഹാനാണ്. മഹാനവറുകളുടെയും അവിടുത്തെ പ്രിയപ്പെട്ട മകൻ ശുഐബ് റളിയല്ലാഹു അൻഹു അവരുടെയും മഖാമാണ് നമ്മൾ കാണുന്നത്. മിസ്റിൽ മാഷാ അല്ലാഹ് മഹാനവറുകൾ ഹിജ്റ 175-ൽ വഫാത്താകുന്നു. വലിയ കോടീശ്വരനായിരുന്നു മഹാനവറുകൾ എന്നത് വലിയൊരു പ്രത്യേകതയാണ്. ഷാഫി ഇമാം റളിയല്ലാഹുവിന് ഇടയ്ക്ക് ഇവിടെ സിയാറത്തിന് വരും. തഖ്വയും സുഹുദും ഇൽമും സമ്പത്തും ഇത് നാലും അല്ലാഹു തആല ഒരുമിച്ച് തന്ന അങ്ങേപ്പോലെ ഒരാൾ ഇനിയില്ലല്ലോ എന്ന് മഹാനവറുകൾ ഇവിടെ വെച്ച് മഹാനായ ലൈസ് ഇബ്നു സഅദ് റളിയല്ലാഹുവിനെ പുകഴ്ത്തി പറയാറുണ്ട്. നമ്മൾ ബുഖാരി ഓതുന്നു, മറ്റു ഹദീസുകളൊക്കെ ഓതുന്ന സമയത്ത് അത്രയും വസൂഖായ ഒരു സനദാണ് ലൈസ് റളിയല്ലാഹുവിൻ്റെ പരമ്പര. കാരണം മഹാനവറുകളെ ഉസ്താദ് നാഫി റളിയല്ലാഹു, അവരെ ഉസ്താദ് ഇബ്നു ഉമർ റളിയല്ലാഹു, അവരെ ഉസ്താദ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയും അടുത്ത പരമ്പരയാണ്. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹുവിനെ ഇടയ്ക്ക് മദീനയിൽ സന്ദർശിക്കുകയും എന്നിട്ട് മഹാനവറുകൾ ആട് ചെല്ലുമ്പോൾ അജവകാരൊക്കെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ സ്വർണം ആ പാത്രത്തിൽ തിരിച്ച് അങ്ങോട്ട് കൊടുക്കാനും, അതുപോലെ വലിയ അല്ലാഹു തആല അത്രയും വലിയ സമ്പത്ത് കൊടുത്തിട്ടും മഹാനവറുകൾ ഒരു തവണ പോലും ബഹുമാനപ്പെട്ട ലൈസ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിന് സക്കാത്ത് നിർബന്ധമായിട്ടില്ല എന്ന് കാണാം. അതിൻ്റെ കാരണം ആ കിട്ടുന്ന സമ്പത്ത് അതൊരു കൊല്ലമൊന്നും സൂക്ഷിച്ചു വെക്കാതെ ആ സമയമാകുന്നതിന് മുമ്പ് തന്നെ മഹാനവറുകൾ അത് വിതരണം ചെയ്യുകയാണ്. അത്രയും വലിയ ധർമ്മിഷ്ഠൻ, വലിയ നമ്മുടെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മഹാനവറുകളെ കണ്ടിട്ടില്ല അതിൻ്റെ മുമ്പ്. കാരണം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പ് മഹാനവറുകൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇവിടെ വരുന്നതിന് മുമ്പ് മഹാനവറുകൾ വഫാത്തായിട്ടുണ്ടല്ലോ. എല്ലാം കൊണ്ടും സുബ്ഹാനല്ലാഹ് ഇവിടെ നമുക്ക് കാണാം. ഇവിടെ മസ്ജിദുൽ ലൈസ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ഇതിൻ്റെ ഉള്ളിലാണ് മഹാനവറുകളുടെയും മകൻ്റെയും ഖബർ ഷരീഫുള്ളത്. ആ ഉള്ളിലേക്ക് കയറിയിട്ട് മനഃപൂർവ്വം എടുക്കാതിരിക്കുകയാണ്. അല്ലാഹു തആല നമുക്കൊക്കെ ഇവിടെ വരാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നന്നായി മനസ്സിൽ ആഗ്രഹിക്കുക, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരെ പേരിലൊരു ഫാത്തിഹയെങ്കിലും നമ്മൾ ഓതുക. ബഹുമാനപ്പെട്ട അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു മഹാനവറുകളെ ഹളറത്തിലാണ് നമ്മളുള്ളത്. വളരെ വർണ്ണാഭമായ വളരെ ഭംഗിയുള്ള ഈ പരിശുദ്ധമായ ദർഗാ ഷരീഫ് മഹാനവറുകളെ ദർജ അല്ലാഹു തആല വർദ്ധിപ്പിക്കുമാറാവട്ടെ. അൽ ഹാഫിദ് എന്ന ദർജയിലിരിക്കുകയും ഫത്ഹുൽ ബാരി, നുഖ്ബത്തുൽ ഫിക്ർ, അതുപോലെ നുസ്ഹ അടക്കമുള്ള ധാരാളം ഗ്രന്ഥങ്ങൾ, അതുപോലെ മഹാനവറുകൾ സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഗുരുവര്യരാണ്. പിന്നെ ഫത്ഹുൽ ബാരി എന്ന് പറയുന്ന ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനം മഹാനവറുകൾ എഴുതിയിട്ടുണ്ട്. ചില മഹാന്മാർക്ക് പറഞ്ഞു ലാ ഹിജ്റത ബഅദൽ ഫത്ഹി, ഫത്ഹുൽ ബാരി വന്നാൽ ഇനി പിന്നെ വേറെ അങ്ങോട്ട് പോകേണ്ടില്ല എന്ന് പറഞ്ഞ അത്രയും വലിയ ദർജയുള്ള ആ മഹാൻ്റെ ഹദറത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. അസ്സലാമു അലൈക്കും യാ സയ്യിദി. അസ്സലാമു അലൈക്കും.